ഇന്ന് കർക്കിടകം ഒന്നാണല്ലോ. അപ്പൊ ഈ കർക്കിടകത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാം. ഈ കർക്കിടകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കർക്കിടകത്തെ പഞ്ഞമാസം എന്നാ പറയുന്നത്. അപ്പോ കർക്കിടകത്തില് ദുഷ്കരാണ് ജീവിതം. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യന് രണ്ട് അയനങ്ങളുണ്ട്. അതായത് ഒന്ന് ദക്ഷിണായനവും ഒന്ന് ഉത്തരായനവും. അതൊന്ന് വ്യക്താക്കാവോ? അത് ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ദേവന ദേവകാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഉത്തരായനം. ദക്ഷിണായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിതൃപൂജകൾക്കാണ്. അതായത് നമ്മള് മഹാഭാരതമൊക്കെ അല്ലെ, അതിനാന്ന് വെച്ചാൽ മാർഗശീർഷ മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവ് ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഭീഷ്മ പിതാമഹൻ ദക്ഷിണായനത്തില് ശരശയ്യയിലായിരുന്നു. ഈ ശരശയ്യയില് 56 ദിവസത്തിന് ശേഷം അദ്ദേഹം ഉത്തരായനം വരെ കാത്തിരുന്നു. ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മകരമാസത്തിലാണ്. ഈ മകരമാസത്തില് അതായത് ശൈത്യകാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലത്തിലേക്ക് തുടങ്ങുവാണ്. ആ മകരത്തില് സൂര്യന്റെ അയനമാണ്. അയനം എന്ന് പറഞ്ഞ യാത്ര. അപ്പൊ ഈ സൂര്യൻ തെക്ക് നിന്ന് നേരെ വടക്കോട്ട് യാത്ര ചെയ്യും. ആ സമയം നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഭാരതത്തിലെമ്പാടും ഉത്സവമാണ്, വിളവെടുപ്പിന്റെ കാലാണ്. അപ്പോ ശൈത്യം കഴിഞ്ഞു. അപ്പോ ഈ മാസങ്ങളെല്ലാത്തിനും ശേഷം വേനൽക്കാലത്തിലേക്ക് വരുമ്പോൾ ദേവന്മാരുടെ കാലം വരും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ദേവന്മാരെ ആരാധിക്കുന്ന പൂജ പ്രതിഷ്ഠകള് ശുഭകാര്യങ്ങളെല്ലാം വരും. ദക്ഷിണായനത്തില് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കറുത്ത് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ കറുത്ത രാത്രികൾ കൂടുതലാണ്. ഈ രാത്രികളിൽ കൂടുതൽ എന്ത് സംഭവിക്കും? കേരളത്തില് പകല് കുറവും രാത്രി കൂടുതലുമാണ്. അപ്പോ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിതൃകാര്യങ്ങൾക്ക് കൂടുതൽ പുണ്യം കിട്ടും. ആ സമയത്ത് യജ്ഞങ്ങള് ഹോമങ്ങള്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ്, ഈ ക്ലൈമറ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ യാത്രയാണ് അല്ലെ. സൂര്യൻ ദക്ഷിണായനത്തില് വടക്ക് നിന്നും തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും? ചന്ദ്രന് മൗഢ്യമായിരിക്കും. ഈ ചന്ദ്രന് മൗഢ്യമുള്ള സമയത്ത് ആളുകൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ തിരിച്ച് ലോകത്തേക്ക് തിരിച്ച് നമ്മുടെ ഈ ഭൂമിയിലേക്ക് അടുത്ത ജന്മം എടുക്കണം എന്നാണ് ചിന്ത. അപ്പൊ ഉത്തരായനത്തിൽ അതാണ് എല്ലാവരും മരിക്കാൻ, അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹൻ മരിച്ചത്. മോക്ഷം നേരെ ഡയറക്റ്റ് കിട്ടുവാണ്. ഇനി ദക്ഷിണായനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ എന്ത് ചെയ്തു? വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര ചെയ്തു. ആ സമയത്ത് രാത്രി കൂടുതലായിരിക്കും, നല്ല തണുപ്പായിരിക്കും. മലയാളികൾ എന്ത് ചെയ്യും? ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ഇത് പഞ്ഞമാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മഴയായിരിക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഐശ്വര്യം കൂട്ടാനും എല്ലാം ചെയ്യും. സത്യത്തിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മിഥുനമാസത്തിന്റെ അവസാനത്തെ ദിവസം വീട് ഫുള്ള് വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്ത് ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശിവോതി വെക്കാന്നൊക്കെ പറയും. ശിവോതി വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ചടങ്ങാണ്.